എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ അവലൂസ് പൊടിയാണ്. ഇത് എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ അവലൂസ് പൊടി ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. അവലൂസ് പൊടി ഉണ്ടാക്കുന്നതിന് സാധാരണ അരി പച്ചരി കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അവസാനം അത് അരിച്ച് പൊടിച്ചെടുത്ത് വറുത്തൊക്കെ എടുക്കുന്ന ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് എല്ലാം ഒഴിവാക്കി നമ്മുടെ പുട്ടുപൊടി കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടി കൊണ്ട് അതേ രുചിയിൽ തനി നാടൻ രുചിയിൽ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് അവലൂസ് പൊടി ഉണ്ടാക്കാം എന്നാണ് ഈ കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അവലൂസ് പൊടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഹെൽത്തി മാത്രമല്ല വളരെ ഈസിയാണ്. 10 മിനിറ്റ് മതി ഉണ്ടാക്കുന്നതിന്. അരി പൊടിച്ച് വെള്ളത്തിലിട്ട് പൊടിച്ചെടുത്ത് അങ്ങനെ ഇളക്കി അങ്ങനെ ഒരു പ്രയാസവുമില്ല. നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ അതേ രീതിയിൽ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് അവലൂസ് പൊടി ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വേണേൽ അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒരു അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. തനി നാടൻ അവലൂസ് പൊടി. ഇതിന് ചില സ്ഥലങ്ങളിൽ പൂരം പൊടി, പൂരം വറുത്തതെന്നൊക്കെ പറയും. കണ്ടോ, 10 മിനിറ്റ് കൊണ്ട് അടിപൊളി അവലൂസ് പൊടി റെഡി. ഇപ്പോൾ അവലൂസ് പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പുട്ടുപൊടി, നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടി, ഏതെങ്കിലും കമ്പനിയുടെ ഒരു പുട്ടുപൊടി നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. തേങ്ങ ചിരകിയത് 1 കപ്പ് ഫ്രഷായിട്ട് തിരഞ്ഞെടുത്ത് തേങ്ങ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, കുറച്ച് ഉപ്പ്. ഇതിൽ ചില സ്ഥലങ്ങളിൽ ജീരകം മാത്രമേ ചേർക്കത്തുള്ളൂ. ഇത് ഓരോ സ്ഥലങ്ങളിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ഇതിൽ ചേർക്കുന്നത്. പക്ഷേ ഇത് മൂന്നും കൂടെ ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ്. ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. വേണ്ടാന്നുള്ളവർക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റം വരുത്താം. ജീരകം മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കയും കൂടെ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നോക്കുക. അതിൽ ഇത് മൂന്നും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചു. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നനച്ചെടുക്കുക. നമ്മുടെ പുട്ടിനൊക്കെ നനയ്ക്കുന്നല്ലോ അങ്ങനെ ഒരുമിച്ച് ചേർക്കാൻ നനച്ചാൽ മതി. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം, 1/4 കപ്പും കുറച്ചും കൂടെ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. പെട്ടെന്ന് അങ്ങായാലും ഒന്ന് നനഞ്ഞു വന്നാൽ മതി. നമുക്ക് ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ പൊടി റെഡിയായി. നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടി ഇടുക. ഇതിനെ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വറുത്തെടുക്കാം. അവലൂസ് പൊടിയുടെ നിറം നമുക്കറിയാമല്ലോ, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലെ നിറം. ആ നിറം ആവുന്നിടം വരെ ഇതിനെ ഒന്ന് തീ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി വറുത്ത പൊടി ആയത് കാരണം ഇത് അധികം സമയം എടുക്കത്തില്ല. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ നിങ്ങളുടെ തീയുടെ അനുസരിച്ചിട്ട് 10-15 മിനിറ്റ് താഴെ എടുക്കുകയുള്ളൂ. അപ്പം ഇത് നമുക്ക് വേഗം വറുത്തെടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഏലക്കയുടെയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെയോ വല്ലതും പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറുത്ത എള്ള് ഒരു 2 സ്പൂൺ കറുത്ത എള്ള്, 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ വറുത്തെടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഒരു കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടി വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വറുത്തെടുക്കാം. ഇത് തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി അതിൽ ഒരിച്ചിരി കുറുകി വരുമ്പോൾ അതിലിട്ട് ഈ പൊടി ഇട്ട് നമുക്ക് ഉരുട്ടി എടുത്താൽ നല്ല അടിപൊളി നാടൻ അരിയുണ്ടയും കിട്ടും. സത്യം പറഞ്ഞാൽ ചായയൊക്കെ ഇടുന്ന സമയം ഉണ്ടെങ്കിൽ ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഈ അവലൂസ് പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് നേരത്തേക്കൊന്ന് ഞാൻ തീ കുറച്ച് വയ്ക്കാം. ഇത് കറക്റ്റ് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം. തീ ഒന്ന് കുറച്ച് വയ്ക്കട്ടെ. തീ ഞാൻ ഓഫ് ചെയ്യാം, കാരണം നല്ലോണം മൂത്ത് വന്നു. ഇനി മൂത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചിനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. കറക്റ്റ്
കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. മധുരം പഞ്ചസാര ചേർക്കുകയാണ്. അപ്പം മധുരം വേണ്ടാത്തവർ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. ഷുഗറൊക്കെ ഉള്ളവർക്ക്. ഇവിടെ കുറച്ച് കൂടുതൽ മധുരം പിള്ളേർക്ക് ഇഷ്ടമാണ്. അവിടെ ഞാൻ കുറച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം പഞ്ചസാരയുടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചോളും. അല്ലെ പിന്നെ ഓരോ സമയം നമ്മൾ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യാൻ നടക്കണം. അത് പിന്നെ ആകെ തലവേദനയാണ്. അതാകുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ടെന്നിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരാവശ്യമുള്ളപ്പോൾ അവരെടുത്ത് കഴിച്ചോളും. നല്ല അടിപൊളി ഇഡലി അവലൂസ് പൊടി 10 മിനിറ്റ് കൊണ്ട് റെഡിയായി. കറക്റ്റ് 10 മിനിറ്റ് എടുത്തോളൂ ഇത് വറുത്ത് വരുന്നതിന്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എല്ലാം കറക്റ്റാണ്. ഇവിടുത്തെ പരുവത്തിനും നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ പുട്ടിന് നനച്ച പുട്ടുപൊടി ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിൽ കുറച്ച് പൊടി, ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി എള്ളും കൂടെ ചേർത്ത്. എള്ള് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. കാരണം എള്ള് സാധനം വളരെ ചെറുതാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കര വലുതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എള്ളൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, അതുപോലെ ഹോസ്റ്റലിലോ താമസിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് ഉണ്ടാക്കി എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചായക്കൊക്കെ ഒരു സ്നാക്കായിട്ട് അവർക്കിത് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാം. ഇനി ചൂടാറിയിട്ടൊരു ഇപ്പോൾ പ്ലേറ്റിലോ പേപ്പറിലോ എവിടെയെങ്കിലും ഇത് നിരത്തി വെക്കുക. ഇത് ചൂടാറിയിട്ട് ടിന്നിലിട്ട് വെക്കുക.